ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ സുമേഷ്പുലാക്കൽ. റിയൽ ട്രിപ്പിളിറ്റിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പരീക്ഷണശാലയിൽ നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് അറേബ്യൻ ഡിഷായിട്ടുള്ള കഫ്സ റൈസാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസോ അത്രയും കൂടുതൽ സമയമോ ഇതിന് ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഗതിയാണ്. അതേപോലെ തന്നെ ഹെൽത്തിയാണ്, ഹെൽത്തിയും കൂടിയാണ്. കാരണം നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഓയിൽ ഉപയോഗിക്കുന്നില്ല. എന്തായാലും നമുക്ക് കഫ്സ റൈസിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കമോൺ. നമ്മുടെ ഈ കഫ്സയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ ബോയിൽഡ് ബസുമതി റൈസാണ്. അത് നന്നായിട്ട് 2-3 തവണ കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് 1 മണിക്കൂർ വെക്കണം. ഈ കഫ്സയ്ക്കുള്ള ചിക്കൻ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 2-3 തവണ കഴുകണം, എന്നാലേ ബ്ലഡൊക്കെ ശരിക്കും പോകും. മറ്റ് ഇൻഗ്രീഡിയൻസ്: സവാള നീളത്തിൽ അരിഞ്ഞത് 200 ഗ്രാം, തക്കാളി നീളത്തിൽ അരിഞ്ഞത് 200 ഗ്രാം, കൂടാതെ ഒരു 5 പച്ചമുളക് മീഡിയം സൈസ്, വലിയൊരു കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി അല്ലി, പിന്നെ കൂടാതെ 1 ടീസ്പൂൺ കുരുമുളക്, ഉണക്ക നാരങ്ങ 1 കറുവാമ്പട്ട 4 പീസ്, മാഗി മസാല ക്യൂബ് 1, കപ്സ മസാല ഒരു ചെറിയ പാക്ക് ടൊമാറ്റോ കച്ചപ്പ്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പിൽ വെക്കാം. 10 ലിറ്റർ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 50 മില്ലി സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഡയറക്റ്റ് ഇതിലേക്ക് ഉള്ളി ഇടാം. സവാള വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ 4 സാധനങ്ങൾ വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് അത് അരച്ചെടുക്കാം. ഇത് നമ്മൾ എല്ലാം ഒരുമിച്ച് ആണ് അരച്ചെടുക്കുന്നത്. നന്നായിട്ട് നൈസായിട്ട് അരയണം. വഴറ്റാനിരിക്കുന്ന സവാള ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഈ 4 സാധനങ്ങളുടെ പേസ്റ്റാണത്. ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാഗി ക്യൂബ്, നേരത്തെ എടുത്ത് വെച്ച കുരുമുളക്, ഉണക്ക നാരങ്ങ, കപ്സ മസാല, പട്ട, ഒരു ചെറിയ പാക്കറ്റ് ടൊമാറ്റോ സോസ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒരുവിധം വഴണ്ട് നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നേരത്തെ കഴുകി വെച്ച് ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ചിക്കനിലെല്ലാം ഒന്ന് പിടിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 ലിറ്റർ വെള്ളം ഒഴിക്കണം. 1 കിലോ ബോയിൽഡ് ബസ്മതി അരിയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 കിലോയ്ക്ക് 1.5 ലിറ്റർ വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ നമ്മുടെ ഇഷ്ടമനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ നമ്മുടെ ആവശ്യാനുസരിച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ലിറ്റർ വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു. 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണം. ഇത് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂർ നേരമായി നമ്മളിപ്പോൾ ഈ അരി വെള്ളത്തിട്ട് വെച്ചിട്ട്. അപ്പോൾ അരി ശരിക്ക് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഓക്കെ, വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കുതിർത്തി വാറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി തിള വരുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ അടച്ച് വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങി അരിയൊക്കെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഇനി ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 40 മിനിറ്റ് കുക്കർ അങ്ങനെ വയ്ക്കാം. അതിനുശേഷം ഓപ്പൺ ചെയ്യാം. ഒരു വിസിൽ വന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. 40 മിനിറ്റ് കഴിഞ്ഞു. ഇനി കുക്കർ തുറക്കാൻ പോവാണ്. ഫുള്ള് സ്റ്റീമൊക്കെ ഫുള്ള് പോയിട്ടുണ്ട്. വാവ്, സംഭവം പൊളിച്ച് നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. നമ്മളിതൊരു പരന്ന പാത്രത്തിൽ കൊട്ടി വെക്കണം. ആവി പോകാനും നന്നായിട്ട് ഡ്രൈ ആകാനും വേണ്ടിയിട്ട്.
നമ്മുടെ കപ്സയും മയണൈസും റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? മസാലയൊക്കെ കറക്റ്റായിട്ട് ഇരിക്കുന്നത് സൂപ്പറായിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിൾ റെസിപ്പികളാണ്. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് എപ്പോഴും കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വരുന്നവരെ തൽക്കാലമായിട്ട് ഇവിടെ പറയുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റിയൽ ട്രിപ്പിൾ ടി ബൈ സുമേഷ് പുലാക്കൽ. ഓക്കെ.